നവരത്തൻ പുലാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റവ് കത്തിച്ചിട്ട് ഘീയാണ് ഞാൻ ആദ്യം പാനിലേക്ക് ഒഴിക്കുന്നത്. ഘീ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഘീ കൂടുതലൊഴിച്ച് നമുക്ക് ഉണ്ടാക്കാതെ ഞാൻ രണ്ടും ഒഴിക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ കുക്കിംഗ് ഓയിലുണ്ടോ, സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻഡ് ഓയിലോ ഏതാ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഒഴിക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ, വെളിച്ചെണ്ണ അത്ര നന്നാവില്ല. പിന്നെ നമ്മുടെ സാധാരണ മസാലകളുണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, തേജ്പത്ത, പിന്നെ കുറച്ച് നമ്മുടെ സാധാരണ ജീരകം കൂടി ഇട്ട് പൊട്ടിയതിന് ശേഷം ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ കാഷ്യൂവും കിസ്മിസും കൂടി അതിലേക്ക് ഇട്ടു. കാഷ്യൂടെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് 4 അല്ലി ചെറിയ വെളുത്തുള്ളി ഉണ്ടല്ലോ, നമ്മളത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് എടുത്തിടാണ്. വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് ഒന്നിങ്ങനെ വെളുത്തുള്ളി കളറൊന്നും മാറണ്ട കേട്ടോ, വെറുതെ ഒന്ന് ഫ്രൈ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ, ആ ഫ്രൈ വരുമ്പോൾ മൂത്ത് വരുന്ന ഒരു സ്മെല്ല് വരുമല്ലോ, ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിളായിട്ട് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ, പൊട്ടാറ്റോ, സോയ ചങ്ക്സ്, പിന്നെ കുറച്ച് ഒനിയൻ. കയ്യിൽ വേറെ വല്ല വെജിറ്റബിൾസും മട്ടറോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചമട്ടർ ഉണ്ടല്ലോ, പച്ചമട്ടറോ അതല്ലാന്നുണ്ടെങ്കിൽ മഷ്റൂം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ ആഡ് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ വെജിറ്റബിൾ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ഫസ്റ്റ് ഒനിയൻ അത് ഫ്രൈ ചെയ്ത് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒനിയൻ ഇട്ടു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വെജിറ്റബിൾ എല്ലാം കൂടി എടുത്തിട്ടാണ് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഞാൻ വേവിക്കുകയാണ് കേട്ടോ. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അത് വെള്ളമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വേവിക്കാനായിട്ട് അടച്ചു വെച്ച് സിമ്മിൽ വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. പെട്ടെന്ന് വെന്ത് വരും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് വേവുകയും ചെയ്യും. നമ്മൾ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടേക്കല്ല പച്ചക്കറി എല്ലാം, കാരണം കുറേ വലിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞിടുന്നില്ല, അത് ഇതിലേക്ക് മാച്ച് ആവില്ല. കാരണം സോയ ജങ്ക്സിൻ്റെ ഒരു അളവ് വേറെ, ബാക്കിയുള്ള വെജിറ്റബിളിൻ്റെ ഷേപ്പ് വേറെ, അങ്ങനെ ആയി പോവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എല്ലാം ചെറിയ പീസാക്കിയിട്ട് സ്ക്വയർ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. നന്നായി അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ ഒരേ കടപ്പ് കിടന്നാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് നോക്കുമ്പോൾ പൊട്ടാറ്റോ നമ്മൾ ഇങ്ങനെ പിടിച്ച് ഞെക്കി നോക്കുമ്പോൾ പൊട്ടാറ്റോ വെന്തുണ്ടെങ്കിൽ ബാക്കിയുള്ള വെജിറ്റബിൾ ഉണ്ടാവും. പൊട്ടാറ്റോയുടെ സമയം വേണ്ടല്ലോ ബാക്കിയുള്ള വെജിറ്റബിൾ വേവാനായിട്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് പനീർ ഞാൻ ഇങ്ങനെ സ്ക്വയർ പീസായി കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പനീർ ഇഷ്ടമുള്ളവർക്ക് ഫ്രൈ ചെയ്യാൻ മുമ്പ് തന്നെ ഈ വെജിറ്റബിളിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. എനിക്കെന്തോ അത് അത്ര ഇഷ്ടമല്ല, നമ്മുടെ ഒത്തിരി ഹാർഡായി പോവും പനീർ ഫ്രൈ ചെയ്ത് വരുമ്പോൾ. സോഫ്റ്റ് പനീറാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പൊട്ടാറ്റോ വെന്തതിന് ശേഷം ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം റൈസ് വേവിച്ച് വെച്ചത് അഴുക്കിയെടുത്തു. റൈസ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബസ്മതി റൈസാണ്. പുലാവിന് എനിക്ക് പേഴ്സണലി ബസ്മതി റൈസ് ഇഷ്ടമായതുകൊണ്ട് അത് ആഡ് ചെയ്തു. നല്ല നിങ്ങൾക്ക് പച്ചരി മതിയെങ്കിൽ പച്ചരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പച്ചരി ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. എന്നിട്ട് ബസ്മതി റൈസ് അതിലേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് അത് ഊറ്റി വെച്ചാണ് റൈസാണേ. എന്നിട്ട് അതിലേക്ക് ഞാൻ ആക്ച്വലി ആ പാൻ ഇത്തിരി ചെറുതായ കാരണം റൈസ് മൊത്തം അതിലേക്ക് ഇടാൻ പറ്റിയിട്ടില്ല, 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുക ചെയ്തത്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേണമെങ്കിൽ മാത്രം ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പിടുക കേട്ടോ. ഉപ്പിട്ട് വേവിച്ചതായ കാരണം പച്ചക്കറിയിൽ ഉപ്പിട്ടിട്ടുണ്ട്, നമ്മൾ റൈസിൽ ഉപ്പിട്ട് വേവിച്ചതാണ്. വളരെ കുറവ് ഉപ്പേ ഞാൻ അത് കാരണം കൊണ്ട് ചേർത്തിട്ടുള്ളൂ. ഒരു ശകലം കുറവാന്ന് തോന്നിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ അത്ര ചേർത്തിട്ടുള്ളൂ. നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. ഉപ്പിട്ട് വേവിക്കുമ്പോൾ അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്. അല്ലെങ്കിൽ ഉപ്പ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അത് കാരണം ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഘീ കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഘീ മുമ്പ് ആഡ് ചെയ്യായിരുന്നു കേട്ടോ. കാരണം എനിക്കിത് ഇളക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നി ഘീ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലോണം ഘീ ഇട്ടുണ്ടാക്കാം. അതിപ്പോൾ കുറച്ച് ഓയിൽ കുറവ് എല്ലാവർക്കും കഴിക്കണം എന്നുള്ളതാണെങ്കിൽ ഇത് മതി. അപ്പോൾ ഇങ്ങനെ മതി കേട്ടോ, ഇതായിരിക്കും നല്ലത്. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് മല്ലിയില മേളിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നവരത്തൻ പുലാവ് റെഡിയാണ് കേട്ടോ. എന്നും നോൺ വെജ് ഇഷ്ടപ്പെടാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അത് നവരത്തൻ പുലാവിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കറി, നമ്മൾ സോയ ചങ്ക്സോ മഷ്റൂം മസാലയോ എന്തായാലും കുഴപ്പമില്ല, വെറുതെ ഒരു തൈരിൻ്റെ റായത്തി ആയാലും കുഴപ്പമില്ല, ഒരു അച്ചാറും ഉണ്ടെങ്കിലും കഴിക്കാൻ സുഖമാണ്. ഞാനിവിടെ ഗോബി മഞ്ചൂരിയനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, റായത്ത ഉണ്ടാക്കിയിട്ടുണ്ട്, ബൂന്തി റായത്ത കാണിക്കുന്നില്ല കേട്ടോ. ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ഷെയർ ചെയ്യണം, നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവരോടും പറയണം. ചാനൽ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്.